ഇന്ന് ഒരു കഥ പറയുകയാണ്. കഥയുടെ പേര് അച്ഛനും കപ്പ്യാരും. അച്ഛനും കപ്പ്യാരും കളിക്കുകയായിരുന്നു. രണ്ട് കൊച്ചു സഹോദരങ്ങൾ. കളി കുറേ കഴിഞ്ഞപ്പോൾ 4 വയസ്സുകാരനായ അനുജൻ 6 വയസ്സുകാരനായ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇനി ഞാൻ കുറച്ചു നേരം അച്ഛനാകാം. പക്ഷേ കപ്പ്യാരുടെ ഭാഗം അഭിനയിക്കാൻ ജ്യേഷ്ഠന് തയ്യാറില്ലായിരുന്നു. താൻ അച്ഛനായി മാത്രമേ അഭിനയിക്കൂ എന്ന് അവൻ ശാഠ്യം പിടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അനുജൻ കേസുമായി അമ്മയുടെ അടുക്കലെത്തി. അപ്പോൾ മൂത്തവനെ വിളിച്ച് അമ്മ പറഞ്ഞു, ഇനി അവൻ കുറച്ചു നേരം അച്ഛനായി അഭിനയിക്കട്ടെ. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, അവൻ അച്ഛനായി അഭിനയിച്ചു കൊള്ളട്ടെ, അപ്പോൾ ഞാൻ ദൈവമായിക്കൊള്ളാം. നമുക്കാർക്കും തന്നെ മറ്റുള്ളവരുടെ പിന്നിലാകാൻ ഇഷ്ടമില്ല. കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റ് സകലർക്കും മുകളിൽ നിൽക്കാനാണ് താല്പര്യം. മറ്റുള്ളവരുടെ മുകളിലും മുന്നിലും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കുമെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരുന്നത് നമുക്ക് മോഹമില്ലേ? മറ്റുള്ളവയെല്ലാം നാം പറയുന്നത് പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നാം ചിലപ്പോഴെങ്കിലും ശാഠ്യം പിടിക്കാറില്ലേ? നാം ചെയ്യുന്ന ജോലികളിലും നമ്മുടെ ജീവിത രംഗങ്ങളിലുമൊക്കെ നാം വിജയം നേടിയേ മതിയാവൂ. എന്നാൽ നാം നേടുന്ന വിജയം മറ്റുള്ളവരെ ചവിട്ടിമെതിച്ചുകൊണ്ടോ അവരെ താറടിച്ചുകൊണ്ടോ ആകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നാം വളരാനും വിജയിക്കാനും ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരും വളരാനും വിജയിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് നാം മറന്നുപോകരുത്. നാം വളരുകയും വിജയിക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് മറ്റുള്ളവരുടെ അധ്വാനഫലം ചൂഷണം ചെയ്യാതെ ആകട്ടെ. നമ്മുടെ തന്നെ വിയർപ്പ് ചിന്തി നാം വിജയം വരിച്ചാലേ അത് യഥാർത്ഥ വിജയമാകൂ. അടുത്തയിടെ ഒരു ഷോൾ ആൻ്റണിയെക്കുറിച്ച് കേൾക്കാനിടയായി. കേരളത്തിന് പുറത്തൊരു നഗരത്തിലാണ്. രാഷ്ട്രീയക്കാരനാണ് അയാൾ. അയാൾ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് പരിപാടി നടത്തിയാലും അയാൾ അവിടെ അനുയായികളുമായി ഓടിയെത്തും. തലമുതിർന്ന നേതാക്കന്മാരാരെങ്കിലുമൊക്കെ വന്ന് സ്റ്റേജിൽ ഇരിക്കുന്നതെങ്കിൽ അയാൾ കയറി ചെന്ന് അവരെ ഷോൾ അണിയിക്കും. അപ്പോൾ അയാളുടെ അനുയായികൾ നീണ്ട കരഘോഷം മുഴക്കുകയും അയാൾക്ക് ജയ് വിളിക്കുകയും ചെയ്യും. അവിടെ നടക്കുന്ന പരിപാടികളുടെ സംഘാടകൻ താൻ ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ ശേഷമേ ഷോൾ ആൻ്റണി മടങ്ങൂ. ഇയാളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദരവോ പുച്ഛമോ എന്താണ് തോന്നുക? നാം ഇയാളെ പുച്ഛിക്കുമ്പോഴും അയാളുടേതായ പ്രവർത്തന ശൈലി നാമും തുടരാറില്ലേ? മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ക്രെഡിറ്റ് അവരിൽ നിന്ന് അർഹിക്കുന്നത് നമുക്കും ശരിയല്ലേ? മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ക്രെഡിറ്റ് നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ വലിയവരാവുകയാണ് ചെയ്യുന്നത്. പല പാചകക്കാരുള്ള ഹോട്ടലിൽ കയറി നല്ല കറിയാണെന്ന് വെച്ചതെന്ന് ചോദിച്ചാൽ, നല്ല കറി ആരാണ് വെച്ചതെന്ന് ചോദിച്ചാൽ അത് ഞാനാണ് വെച്ചതെന്ന് പറയാൻ അത് പാചകം ചെയ്ത ആൾ മുന്നോട്ട് വരും. എന്നാൽ ഉപ്പ് കൂടിപ്പോയ കറി വെച്ചതിന് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളാണ് വെച്ചത് എന്നല്ലേ മറുപടി ഉണ്ടാകൂ. എന്തിൻ്റെയെങ്കിലും ക്രെഡിറ്റ് എടുക്കുന്ന കാര്യം വരുമ്പോൾ ഞാൻ എന്നും എന്തിൻ്റെയെങ്കിലും കുറ്റം ചുമക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ എന്നുമല്ലേ നാം പറയാറുള്ളത്? എന്താണിതിൻ്റെ അർത്ഥം? ക്രെഡിറ്റ് എടുക്കാൻ കാണിക്കുന്ന താല്പര്യത്തിൻ്റെ നൂറിലൊന്ന് ചങ്കുറ്റം. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും സമ്മതിക്കുന്ന കാര്യത്തിൽ നമുക്കില്ലെന്ന് ചുരുക്കം. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ശരിയായ രീതിയിൽ ക്രെഡിറ്റ് എടുക്കുന്നതിൽ അത്ര അപാകതയൊന്നുമില്ല. എന്നാൽ നല്ല കാര്യങ്ങൾക്കുള്ള ക്രെഡിറ്റ് എടുക്കുന്നത് പോലെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അംഗീകരിക്കാനും വേണ്ടി വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുവാനുള്ള നട്ടല് നമുക്കുണ്ടാകണം. എങ്കിലേ അന്തസ്സുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് നാം എന്നും അവകാശപ്പെടാനാവൂ. അച്ഛനായി അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ ദൈവമായി അഭിനയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്വഭാവരീതി മുതിർന്നവരിലും നാം കണ്ടുവരാറുണ്ട്. വളരാനും വളർന്നു വലുതാകാനുമുള്ള ആഗ്രഹം ഈ സ്വഭാവരീതിയിൽ നിഴലിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ എപ്പോഴും എല്ലാ കാര്യത്തിലും മറികടക്കാനുള്ള ഈ വ്യഗ്രത ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ. വളർന്നു വലുതാകണമെന്ന നമ്മുടെ ആഗ്രഹം നല്ലത് തന്നെ. എന്നാൽ അത് മറ്റുള്ളവരുടെ ചെലവിൽ അല്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതോടൊപ്പം മറ്റുള്ളവരെയും വളരാൻ നമുക്ക് അനുവദിക്കാം. ഈ കഥ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.